ലോകത്തിലെ പല ആൾക്കാരും പല പ്രതിസന്ധികളുടെയും കടന്നുപോയി, പല പരാജയങ്ങളെയും കടന്നുപോയി, ലോകത്ത് പല മാറ്റങ്ങൾ സൃഷ്ടിച്ച് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന പല ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പല വാക്കുകളും നമ്മളെയൊക്കെ പലതവണ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഒരു കോട്ടാണ് മൈക്കിൾ ജോർദാൻ പറയുന്നത്, ഇഫ് യു ഗെറ്റ് വൺസ് ഇറ്റ്സ് ബിക്കം എ ഹാബിറ്റ് നെവർ ക്യൂട്ട്. നമ്മൾ ഒരു തവണ കിട്ടിയത് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തവണ ഒരു കാര്യത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ അത് നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. പിന്നെയും പിന്നെയും അത് തന്നെ തുടരാൻ, പിന്നെയും പിന്നെയും നാളേക്ക് മാറ്റി വയ്ക്കാനുള്ള എനർജി നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പൊട്ടിയതുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ഗെറ്റ് വൺസ് ഇറ്റ്സ് ബിക്കംസ് എ ഹാബിറ്റ് നെവർ ക്യൂട്ട് എന്നാണ് മൈക്കിൾ ജോർദാൻ പറയുന്നത്. നമ്മളെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ല. ഞാനൊരാൾ വിചാരിച്ചാൽ ഈ ലോകത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നില്ല. ഞാനൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് സ്റ്റീവ് ജോബ്സ് പറയുന്നൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, ദ പീപ്പിൾ ഹു ആർ ക്രൈസി ഇനഫ് ടു തിങ്ക് ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ആർ ദ വൺസ് ഹു റിയലി ഡു. സ്റ്റീവ് ജോബ്സ്. ഈ ലോകത്ത് ചില ഭ്രാന്തമായ മനുഷ്യരുണ്ട്. അവർക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും. അവരുടെ ചിന്തകളിലൂടെ, അവരുടെ പ്രവൃത്തികളിലൂടെ ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും എന്ന് ചിന്തിക്കാൻ മാത്രം വിഡ്ഢികളായ ചില മനുഷ്യരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ആ ചിന്തകളായിരിക്കും ലോകം മുഴുവനും മാറ്റിമറിക്കാൻ പോകുന്നത്. ജനക്കൂട്ടമല്ല ലോകത്തെ മാറ്റിമറിച്ചത്, ഒരു കൂട്ടം സമൂഹമല്ല ലോകത്തെ മാറ്റിമറിച്ചത്. വിട്ടുകളയാത്ത ചില മനുഷ്യർ, പോരാട്ടം നിർത്താത്ത ചില മനുഷ്യർ, അവരാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചത്. അടുത്തൊരു കോട്ടാണ് ആമസോണിന്റെ ഫൗണ്ടർ ജെഫ് ബെസോസ് പറയുന്നത്. ബെസോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ബിസിനസ് യു ആർ ഗോയിങ് ടു ഫെയിൽ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ വൈ, അത് എന്തുകൊണ്ട്, നമ്മളത് എന്തിനു ചെയ്യണം, ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഫെയിലാവും. നമ്മളത് എന്തിനു ചെയ്യണം, നമ്മളെ നമ്മളെ പുഷ് ചെയ്യുന്നത് എന്ത് കാര്യമാണ്, ആ റീസൺ, നമ്മൾ ചെയ്യുന്നതിൻ്റെ റീസൺ അറിയണം. ചില അച്ചീവ്മെൻറ്റ്സ് ആണ്, നമ്മൾ നേടുന്ന പല കാര്യങ്ങളുമാണ്, നമ്മൾ നേടുന്ന ചില ഇൻസ്പിറേഷനായ പല കാര്യങ്ങളുമാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറുന്നത്. അപ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നത്, എനിക്കും ഇവരെക്കാൾ കുറച്ചും കൂടി പറ്റും, ഇവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിക്കുന്നത് അപ്പോഴായിരിക്കും. success.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് വരുന്നൊരു കാര്യമുണ്ട്, പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. നമ്മളാണ് മാറേണ്ടത്, നമ്മളാണ് നമ്മളെ പുഷ് ചെയ്യേണ്ടത്. കാരണം മറ്റൊരാളും വന്ന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല. നമുക്ക് വേണ്ടി നമ്മളെ പുഷ് ചെയ്യാനോ, നമുക്ക് അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്ക്, ആ ഒരു അവസരം ഇവിടെ പോ, ഇങ്ങനെ പോ, ഇതൊന്നും നമ്മളെ പറഞ്ഞു തരാൻ മറ്റാരും നമുക്ക് വരില്ല. മറ്റൊരു പ്രശസ്തമായ കോട്ടുണ്ട്, ഇഫ് യു ഡിറ്റർമൈൻ ടു ലേൺ ഓർ അച്ചീവ് എനിത്തിങ് വാട്ടെവർ നോ വൺ കാൻ സ്റ്റോപ്പ് യു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് പഠിക്കാനായിക്കോട്ടെ, സ്വപ്നം നേടാനായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, മറ്റൊരാൾക്കും നിങ്ങളെ തടയാനാവില്ല. ഓഫ് കോഴ്സ് പല ആൾക്കാർക്കും നിങ്ങളെ കളിയാക്കാം, നിങ്ങളെ ബ്ലെയിം ചെയ്യാം, നിങ്ങളെ കുറ്റപ്പെടുത്താം, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാം. പക്ഷേ നോ വൺ കാൻ സ്റ്റോപ്പ് യു. ഇഫ് യു ഡിറ്റർമൈൻ ടു ലേൺ എനിത്തിങ് നോ വൺ കാൻ സ്റ്റോപ്പ് യു. സോ യു റിമെമ്പർ വൺ തിങ്, ലോകം ചെറുതാണ്, നമ്മുടെ ജീവിതവും ചെറുതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും ഇതിനേക്കാൾ വലുതായി വരുന്നത്. സോ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലുള്ള സൊല്യൂഷനും ഉണ്ടാകും. So you have to take the decision, you have to find a better way for your life. Be motivated, be inspired.